ഹായ് എവരിവൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS ചാനൽ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസിലെ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ നമുക്കറിയാം മാഗ്നറ്റ്, അതുപോലെ മാഗ്നറ്റിൻ്റെ പോളുകൾ, പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാഗ്നറ്റിസം ബേസ് ചെയ്തുള്ള കുറച്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ തിയറി അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ്സ് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സീ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ എന്താണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ? ദ ഫോളോയിങ് പിക്ചർ ഷോസ് 3 മാഗ്നറ്റ്സ്. നമുക്ക് 3 മാഗ്നറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. Attracted each other if number 4 indicates the south pole, which are the north poles. സോ നമുക്കിവിടെ 3 മാഗ്നറ്റ്സ് അല്ലെ, അതായത് പരസ്പരം ആകർഷിച്ചിരിക്കുന്ന 3 കാന്തങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിന് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിൽ 4 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ദക്ഷിണ ധ്രുവമാണ്. സോ 4 എന്താണ്? സൗത്ത് പോളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ഉത്തരധ്രുവങ്ങൾ? 1, 3, 6, 2, 3, 5, 2, 5, 6 ഓർ 1, 3, 5. ഇതിൽ ആരൊക്കെയാണ് നോർത്ത് പോൾസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയൊരു മാഗ്നറ്റ് നമുക്ക് കിട്ടിയാൽ എന്താണ്, മാഗ്നറ്റിൽ 2 പോൾസ് ആണ് ഉണ്ടാവുക. സോ നമ്മൾ ഈ നടുക്കുള്ള മാഗ്നറ്റ് എടുത്താൽ 4 നമ്മുടെ സൗത്ത് പോളാണെങ്കിൽ നമുക്കറിയാം എന്താണ്, 3 എന്തായിരിക്കും, നോർത്ത് പോളായിരിക്കും. കാരണം ഈ മാഗ്നറ്റിന് 2 പോൾസ് ആണുള്ളത്, ഓപ്പോസിറ്റ് പോൾസ്. ഒരു പോൾ എന്തായിരിക്കും, നോർത്ത് ആയിരിക്കും, ഒരു പോൾ സൗത്ത് ആയിരിക്കും. സോ നമ്മളിവിടെ നോർത്ത് പോളാണെങ്കിൽ നമ്മൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ 2 എന്നുള്ളത്, 2 എന്തായിരിക്കും, ഈ മാഗ്നറ്റ് ആകർഷിച്ച് അല്ലേ, അട്രാക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. സോ 3ഉം 2ഉം എന്തായിരിക്കും, ഓപ്പോസിറ്റ് പോൾസ് ആയിരിക്കും. സോ ഇത് നോർത്ത് ആണെങ്കിൽ ഇയാൾ എന്തായിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. സിമിലർലി നമ്മുടെ 1 എന്തായിരിക്കും, 1 വിൽ ബി നോർത്ത് പോൾ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത മാഗ്നറ്റ് നോക്കാം. നമ്മുടെ 5, 6 എന്നുള്ള മാഗ്നറ്റ് നോക്കാം. സോ ഇവിടെ സൗത്ത് പോൾ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, അതിനോട് തൊട്ടടുത്ത് നമുക്കൊരു നോർത്ത് പോൾ കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ 6 എന്നുള്ള പോൾ എന്തായിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. സോ നമ്മളിവിടെ നോക്കിയാൽ അറിയാം 2, 4, 6 ഒക്കെ സൗത്ത് പോൾസ് ആണ്. 2, 4, 6 ഒക്കെ എന്താണ്, സൗത്ത് പോൾസ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ 1, 3, 5 അല്ലേ, യെസ് 1, 3, 5 ഇവരൊക്കെ എന്താണ്, നോർത്ത് പോൾസ് ആണ്. സോ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ഉത്തരധ്രുവം അല്ലെങ്കിൽ നോർത്ത് പോൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം എന്താണ് ആൻസർ ഇസ് ഓപ്ഷൻ 4, 1, 3, 5. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മാഗ്നറ്റ് നമ്മൾ ഏത് ഷേപ്പോ അല്ലെങ്കിൽ സൈസോ ആയിക്കോട്ടെ, ഒരു മാഗ്നറ്റ് നമ്മൾ എടുത്താൽ അതിന് 2 പോൾസ് ഉണ്ടാവും. ഒരു നോർത്ത് പോൾ ഉണ്ടാവും, ഒരു സൗത്ത് പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ സൗത്തും നോർത്തും എടുത്ത് എന്താ ചെയ്യുക, അട്രാക്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ സൗത്തും നോർത്തും, യെസ് ഇവിടെ എന്താണ്, അട്രാക്ഷൻ. അല്ലെങ്കിൽ നോർത്ത് സൗത്ത് എടുത്താലും നമുക്ക് എന്താണ്, അട്രാക്ഷനാണ് ഉണ്ടാവുക. നമുക്ക് സെയിം പോളുകളാണെങ്കിൽ അവർ റിപ്പൽ ചെയ്യും. ഇപ്പം ഈ മാഗ്നറ്റിൻ്റെ തൊട്ടടുത്ത് ഞാനൊരു നോർത്ത് പോളുള്ള മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ ഇവിടെയും നോർത്താണ്, ഇവിടെയും നോർത്താണ്. ഇവരെന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, ദ മെറ്റൽ ദാറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. സോ നമുക്കറിയാം ഒരുപാട് മെറ്റലുകളുണ്ട്. നമ്മളെ ഗോൾഡ് അല്ലെ, സിൽവർ അല്ലെ, അയേൺ, ഇവിടെ തന്നിട്ടുള്ള കോപ്പറൊക്കെ എന്താണ്, മെറ്റലുകളാണ്. ഈ മെറ്റലുകളിൽ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മുടെ മാഗ്നറ്റിനായിട്ട് അട്രാക്റ്റ് ചെയ്യുള്ളൂ. സോ അതാരാണെന്ന് അവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ജനറൽ ആയിട്ടുള്ള, അതായത് പൊതുവായിട്ടുള്ള മാഗ്നറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്ന മെറ്റലുകൾ ആരൊക്കെ, അട്രാക്ട് ചെയ്യാത്തവരാരൊക്കെ നമുക്കൊന്ന് പഠിക്കണം. സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. യെസ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ്. സോ മാഗ്നറ്റിക് ആയിട്ട് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്ന നമ്മളുടെ മെറ്റൽസ് ആരൊക്കെയാണ്? അയേൺ, നിക്കൽ, കൊബാൾട്ട് ആൻഡ് സ്റ്റീൽ. യെസ്, സോ നമ്മുടെ അയേൺ, നിക്കൽ, കൊബാൾട്ട്, അതുപോലെ സ്റ്റീൽ നമുക്കറിയാം എന്താണ്, അയൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആണ്. സോ അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീലൊക്കെ എന്താണ്, നമ്മുടെ മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇവരെ നമ്മൾ എന്താ വിളിക്കുക, മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് വിളിക്കുക. മാഗ്നറ്റായിട്ട് അട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് വിളിക്കുക. സോ ഇനി നമുക്ക് പ്രധാനപ്പെട്ട നമ്മളുടെ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റൽസ് നോക്കാം. സോ മാഗ്നറ്റിക് മെറ്റൽസ് ആണ്, മാഗ്നറ്റിക് മെറ്റൽസ്. സോ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റൽസ്, നമ്മൾ പെട്ടെന്ന് പേരൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മൾ വിചാരിക്കും ഇവരെന്ത് ചെയ്യും, മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ആവുമെന്ന് വിചാരിക്കും. സോ ആരൊക്കെയാണ്? അലുമിനിയം, ഗോൾഡ്, സിൽവർ ആൻഡ് കോപ്പർ. സോ കോപ്പർ, സിൽവർ, അലുമിനിയം ആൻഡ് ഗോൾഡ്. നമ്മൾ ഗോൾഡ് എന്താണ്, സ്വർണ്ണം എന്ന് പറയുന്ന ഗോൾഡ് എന്താണ്, നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. സോ നമ്മൾ ഓപ്ഷൻസിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ, നമുക്ക് നോക്കാം. അലുമിനിയം ഇവിടെ ഉണ്ട്, സിൽവർ ഇവിടെ ഉണ്ട്, കോപ്പർ ഇവിടെ ഉണ്ട്. സോ നമുക്കറിയാം എന്താണ്, അലുമിനിയം, സിൽവർ, കോപ്പറൊക്കെ എന്താണ്, നോൺ മാഗ്നറ്റിക് ആണ്. അതുപോലെ നിക്കൽ എന്താണ്, മാഗ്നറ്റിക് ആണ്. സോ ആൻസർ എന്തായിരിക്കും? ആൻസർ വിൽ ബി ഓപ്ഷൻ എ. സോ കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന വസ്തു ഇതിൽ തന്നിട്ടുള്ള ഏതാണ്? നമ്മുടെ ഓപ്ഷൻ എ, നിക്കലാണ്. സോ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം.
എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? ദ മെറ്റീരിയൽ വിച്ച് ഇസ് നോട്ട് ട്രാൻസ്പെറൻറ്റ് ടു മാഗ്നറ്റിക് ഫ്ലക്സസ്. മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ കാന്തിക ഫ്ലക്സിന് സുതാര്യമല്ലാത്ത പദാർത്ഥം, അതായത് അതിന് കടന്നു പോകാൻ കഴിയാത്തൊരു പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളിവിടെ നോക്കിയാൽ ഗ്ലാസ്, കോപ്പർ, പേപ്പർ ഉണ്ട്. സോ ABC നമുക്ക് തന്നിട്ടുള്ള ABC എന്താണ്? നോൺ മാഗ്നറ്റിക് ആണ്. അതായത് ഇത് മാഗ്നറ്റുമായിട്ട് എന്ത് ചെയ്യില്ല, അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ ചെയ്യൊന്നുമില്ല. സോ ഇവരുടെ ഉള്ളിലൂടെയൊക്കെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, സുഖമായിട്ട് കടന്നു പോകും. ഇപ്പം ഞാനൊരു പേപ്പറിൻ്റെ പീസ് ഇവിടെ വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്കിതിലൂടെ കുറേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് ഇവരൊക്കെ എന്താണ്, സുതാര്യമാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. സോ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ആളാരായിരിക്കും? നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. സോ ഇവിടെ തന്നിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽ ആരാണ്? നമ്മുടെ അയൺ, ഇരുമ്പ് അല്ലേ? യെസ്. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, ഇരുമ്പായിരിക്കും നമ്മുടെ മെറ്റീരിയൽ വിച്ച് ഇസ് നോട്ട് ട്രാൻസ്പെറൻറ്റ് ടു മാഗ്നറ്റിക് ഫ്ലക്സ്. സോ നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. ആൻ അലോയ് വിച്ച് ഇസ് യൂസ് ടു മേക്ക് പെർമനൻറ്റ് മാഗ്നറ്റിക്സ്. അതായത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ്, അതായത് എന്താണ്, സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് നോക്കിയാൽ അൽനിക്കോ, നിക്രോം, ജർമ്മൻ സിൽവർ, അതുപോലെ സോൾഡർ. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. നമുക്കറിയാം അൽനിക്കോ. യെസ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, നമ്മളുടെ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. സോ ഈ പേര് വന്നത് എങ്ങനെയാണ്? പല എലമെൻറ്റ്സിൻ്റെ പേര് കൂട്ടിയിട്ടാണല്ലേ. സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അൽനിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്, അൽനിക്കോ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. സോ ഈ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് അലുമിനിയം, AL എന്ന് പറഞ്ഞാൽ ആരാണ്? അലുമിനിയം. അതുപോലെ Ni ആരാണ്? നിക്കൽ. അതുപോലെ CO ആരാണ്? കൊബാൾട്ട്. ഇതുപോലെ തന്നെ നമ്മുടെ അയേണും ഉണ്ട്. സോ അയേണിൻ്റെ മെറ്റീരിയലാണ്, അയേൺ മാഗ്നറ്റിക് മെറ്റീരിയൽ നമുക്കറിയാം. സോ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അതുപോലെ ഇരുമ്പ് അല്ലെങ്കിൽ അയേൺ, ഇത് 4 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ പല കോമ്പോസിഷൻസിലാണ് നമ്മൾ അൽനിക്കോ മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ മാഗ്നറ്റിസത്തിലെ കുറച്ച് ചോദ്യങ്ങളും കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്ത്. സോ ഇതുപോലുള്ള വീഡിയോസ് അതുപോലെ USS ബേസിട്ടുള്ള ക്ലാസ്സസ് ലൈവ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.